മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് ശ്രീ സാബു സാറ് അപ്പച്ചൻ സാറിന് കൈമാറുന്നത് അത് ഞങ്ങളുടെ മാറ്റ്നി നൗവിൻ്റെ നിർമ്മാതാക്കളായ അജിത്തിനും എനിക്ക് അദ്ദേഹം തരുന്ന ചടങ്ങാണ്. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാനത് ഈ സിനിമ ഇപ്പം ലാലേട്ടനോടും ഇവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. അത് അപ്പൊ അവര് പറഞ്ഞ റെസ്പോൺസ് എന്തായിരുന്നു? സംസാരിച്ചവരെല്ലാവരും ചെയ്യണം, പക്ഷെ ഇവർക്കൊക്കെ ഒരു സംശയമുണ്ട്. രണ്ടാമത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു സംശയമുണ്ട്. കാരണം അത് അവരെ സംശയിക്കുന്നതിന് അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അന്ന് സുരേഷ് ഗോപി കല്യാണത്തിൽ കണ്ടപ്പം പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളിങ്ങനെ നകുലിനെ വീണ്ടും നടക്കും അപ്പം ചേട്ടാ അതല്ല എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. അത് ആ ചോദിച്ചതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ അദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് നടക്കില്ലായിരുന്നു. കാരണം ഈ ഞാൻ മറ്റോരോ തിരക്കുകളാണ്. ഒരു മണിച്ചിത്രത്താഴ് 31 കൊല്ലമായി, അതേപോലെ ഗോഡ് ഫാദർ ഉണ്ട്. ഇത് രണ്ടാമത് ചെയ്യണം. ഇപ്പോൾ സ്പടികം വന്ന് കണ്ടപ്പോൾ നമുക്ക് ചെയ്യണം എന്നൊക്കെ ഒന്ന് ആലോചിച്ചാലും ആ ആലോചന നേരെ വെളുക്കുമ്പോൾ ഉണ്ടാക്കിയത്. പക്ഷേ ഇത് സോമേട്ടൻ എന്നെ നിർബന്ധിച്ച് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം സിനിമയിൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് എന്നേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. എല്ലാ സിനിമയും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് 500 സിനിമകളുടെ നെഗറ്റീവ് ആയിരിക്കുന്നത്. എൻ്റെ അടുത്ത് കൂടി വന്നാൽ പരമാവധി എത്ര സിനിമയുടെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇദ്ദേഹം അത് പഠിച്ച വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിന് ധൈര്യമായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ആ ചോദ്യം അങ്ങ് ചോദിച്ചത് ശരിയാണ്. ഈ അവരിങ്ങനെ ചോദിച്ചപ്പോഴും നടക്കുമെന്നുള്ളത് ഇപ്പോഴാണ് യാഥാർത്ഥ്യമായി. ഇനിയിപ്പോൾ അവരെന്നെ എന്തായാലും വരുന്നത് സാധിക്കും. എല്ലാവർക്കും ഒരു സിനിമ നമ്മൾ ബേസിക്കലി ഉണ്ടാക്കുന്ന എന്താണ്? ആർട്ടിസ്റ്റ് ആയാലും ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും ടെക്നീഷ്യൻ ആയാലും അതിൻ്റെ പരസ്യജീവിതം സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കണം, ജനങ്ങൾ കാണണം. സിനിമയുടെ ബേസിക് എന്താണ്? ഏത് സിനിമ ആയിക്കോട്ടെ ജനങ്ങൾ കാണണം. അത് അപ്പം നമ്മൾ രണ്ടാമത് വീണ്ടും പുതിയ തലമുറയ്ക്ക് ഇവിടെ മുമ്പിലേക്ക് വരികയില്ല. അപ്പം ഇതിനോട് പിന്നെ ഇതിൻ്റെ ഡയറക്ടർക്കും എല്ലാവർക്കും അതേപോലെ ആർട്ടിസ്റ്റും എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് അതിലാർക്കും നടക്കണം എന്നുള്ള കാര്യമായിട്ട് നടത്തണം. ഇപ്പം ദൈവം സഹായിച്ചിപ്പം നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്നുള്ളവരും ജനങ്ങളെ അറിയിക്കുക. അതിന് ജനങ്ങളെ അറിയിക്കാൻ അങ്ങനെ ചോദിച്ചാൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുക. അതാണ് ഇപ്പോൾ നടക്കുന്നത്.